കൊല്ലം കളക്ടറേറ്റിലും ബോംബ് ഭീഷണി സന്ദേശം വന്നിരിക്കുകയാണ്. ഉച്ച കഴിയുന്ന സമയത്തായിരുന്നു കളക്ടറേറ്റിൻ്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ഇത്തരത്തിലൊരു സന്ദേശം വരുന്നത്. തുടർന്ന് അത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആ സന്ദേശം കൈമാറുകയും സിറ്റി പോലീസ് കമ്മീഷണർ അത് ബോംബ് സ്ക്വാഡിനെ ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡിനെ അറിയിച്ചുകൊണ്ടായിരുന്നു അല്പസമയം മുൻപ് കളക്ടറേറ്റിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത്. അതായത് ഇതിൻ്റെ തപാൽ വരുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടെ മറ്റ് ഓഫീസുകളിൽ മറ്റ് ഈ പേപ്പറുകളും ബുക്കുകളും ഒക്കെ കൂട്ടിവെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ പോലീസ് ഡോഗ് സ്ക്വാഡിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും സഹായത്തോടു കൂടെ പരിശോധന നടത്തിയിരിക്കുന്നു. ഈ കൊല്ലം കളക്ടറേറ്റ് കെട്ടിടം എന്ന് പറയുന്നത് ഇതിനുകൂടി ചേർന്ന് തന്നെയാണ് കോടതി സമുച്ചയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും പുറത്ത് വാഹനങ്ങളിലും ഒക്കെ പരിശോധന നടത്തി. പക്ഷേ അസ്വാഭാവികമായിട്ടുള്ള യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കയറി വരുന്ന ഭാഗത്താണ് ഈ തപാൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശേഖരിക്കുന്നത്. ആ ഭാഗത്ത് ഉൾപ്പെടെ പരിശോധന നടത്തിയും യാതൊരു തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു സന്ദേശം കാര്യം മറ്റ് ജില്ലകളിലും വന്നതുകൊണ്ട് കൂടുതൽ ഒരു അലേർട്ടായിക്കൊണ്ട് ഇവിടെയും പരിശോധനകൾ കൃത്യമായി നടത്തി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉദ്യോഗസ്ഥരും അതിൻ്റെ പരിശോധനകളൊക്കെ ഭാഗമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അല്പസമയം മുമ്പാണ് പരിശോധനകളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തത്. ഡോഗ് സ്ക്വാഡ് സംഘം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ സ്ഥലത്ത് സാധാരണയായി കൊല്ലം കളക്ടറേറ്റിൽ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായ അതായത് ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതിനു ശേഷം സ്ഥിരമായി പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ചിലപ്പോൾ ഇന്നത്തെ പരിശോധനയിൽ നമുക്ക് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടെത്താനായിട്ട് നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എല്ലാ ഏരിയകളും കളക്ടറേറ്റിൻ്റെ എല്ലാ ഏരിയകളും എന്നുവെച്ചാൽ 3 ലെയറും അതിൻ്റെ മുകളിൽ ഉള്ള ഏരിയ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. വിത്ത് ഡോഗുമായിട്ട് കമ്പൈൻഡ് ചെക്കിംഗ് ആണ് വളരെ നല്ല രീതിയിൽ ചെയ്തത്. എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് നമ്മൾ റൊട്ടീനായിട്ട് സ്ഥിരം ഇത് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം ഇന്നിപ്പം പിന്നെ ജീവനക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പാനിക്കൊന്നും ആക്കാതെ നമുക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു അന്ന് ബോംബ് ബ്ലാസ്റ്റിന് ശേഷമാണെന്ന് തോന്നി റുട്ടീൻ പരിശോധന സ്ഥിരമാക്കി. അത് നമുക്കൊരു എളുപ്പമായെന്ന് തോന്നുന്നില്ലേ സ്ഥലങ്ങളൊക്കെ? നമ്മൾ പിന്നെ ബോംബ് സ്ക്വാഡിനും ഡോഗ് സ്ക്വാഡിനും ഇവിടുത്തെ എല്ലാം മുക്കുമൂലം അറിയാം. അപ്പോൾ അത് ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജാണ് റൊട്ടീനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ജീവനക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കളക്ടറേറ്റ് വളപ്പിലുള്ള ഈ സർക്കാർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയിലും പരിശോധന നടത്തി. ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ പരിശോധന നടത്തിയതിൻ്റെ റിപ്പോർട്ട് അതായത് തൊട്ടടുത്തുള്ള വെസ്റ്റ് പോലീസിന് കൈമാറുകയും വെസ്റ്റ് പോലീസ് അത് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് കൈമാറുകയും അവിടെ നിന്നും അത് കമ്മീഷണർക്കും തുടർന്നുള്ള നടപടികൾക്ക് വേണ്ടിയൊക്കെ കൈമാറുകയും ചെയ്യുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും കൊല്ലത്ത് ഈ ഒരു സന്ദേശം എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ കളക്ടറേറ്റ് അതായത് സിവിൽ സ്റ്റേഷൻ വളപ്പിൽ മുൻപ് ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ആശങ്കയല്ല ഇപ്പോൾ മാറിയിരിക്കുന്നു. പേടിക്കേണ്ട യാതൊരു സാഹചര്യമില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.